പ്രാരംഭമായിട്ട് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. നമുക്ക് ഇത്രയും പേർക്ക് കൂടി വരുവാനായിട്ട് ദൈവം തന്ന എല്ലാ സാഹചര്യങ്ങൾക്കായിട്ടും ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. നമ്മളിന്ന് പാടിയപ്പോഴേ ഒരു പാട്ട് പാടിയായിരുന്നു, യേശു മണവാളൻ മധ്യാകാശത്തിൽ വെളിപ്പെടാൻ കാലം അധികമില്ല എന്നുള്ളൊരു കാര്യം. നമ്മൾ വളരെ ഉത്സാഹത്തോടു കൂടിയാണ് ആ പാട്ട് പാടിയത്. പക്ഷേ ആ പാട്ട് പാടുമ്പോൾ അതിനകത്ത് കുറേ സ്റ്റാൻസുകളുണ്ട്. ഞാൻ ഈ പാട്ട് കേട്ടുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നൊരു കാര്യം, നമ്മളിവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം ആൾക്കാരും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ നിറവിൽ ദൈവത്തോട് ചേർന്ന് നടക്കുന്നവരാണ്. എന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പലരും രക്ഷയുടെ അനുഭവത്തിലേക്ക് വരാത്തവരുണ്ട്. ചില സഹോദരന്മാർ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരാത്തവരുണ്ട്. എന്നാൽ കുഞ്ഞുങ്ങൾ വിശ്വസിച്ചാലും വലിയവർ സ്നാനപ്പെട്ടാലും മറ്റുള്ളവർ സ്നാനപ്പെടാതിരുന്നാലും ഒരു കാര്യം സത്യമാണ്, കർത്താവായ യേശുക്രിസ്തു വീണ്ടും വരും. എന്നാൽ അവനെ എതിരേൽപ്പാൻ നമ്മൾ യോഗ്യരായിട്ടുണ്ടോ? എന്തിനു വേണ്ടിയാണ് കർത്താവായ യേശുക്രിസ്തുവിനെ പിതാവ് ലോകത്തിലേക്ക് വിട്ടത്? എന്തുകൊണ്ടാണ് യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ മടങ്ങിവരവ് ഇപ്പോഴും താമസിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഈ ക്രിസ്തുവിനോട് കൂടെ നടക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ദൈവസഭയായിട്ട് കൂടി വരുമ്പോൾ, നമ്മളെ കേൾപ്പിക്കുന്ന ഓരോ ദൈവത്തിൻ്റെ വചനവും വളരെ ഗൗരവത്തോടെ നമ്മൾ ഏറ്റെടുക്കേണ്ടതാണ്. പ്രത്യേകിച്ചും രക്ഷ എന്താണെന്നും രക്ഷയിൽ വളരുന്നതിനെക്കുറിച്ചും രക്ഷിക്കപ്പെട്ടവർക്ക് എല്ലാവർക്കും അതിനെക്കുറിച്ച് അറിയാമായിരിക്കും. എന്നാൽ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ രക്ഷിക്കപ്പെടാത്തവർ ഈ കാര്യം ഗൗരവമായിട്ടെടുക്കണം. നമുക്ക് പ്രാരംഭമായിട്ട് പത്രോസിൻ്റെ ലേഖനത്തിലെ ഒരു വാക്യം നമുക്ക് വായിക്കാം. 2 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം, 8 മുതലുള്ള വാക്യങ്ങളാണ്. എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു എന്നീ കാര്യം നിങ്ങൾ മറക്കരുത്. ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോവുകയും ചെയ്യും. ഇങ്ങനെ ഇവയൊക്കെയും അഴിവാനുള്ളതായിരിക്കാൽ ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനുമുള്ള ദൈവ ദിവസത്തിൻ്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവരായിരിക്കണം. എന്നാൽ നാം അവൻ്റെ വാഗ്ദത്തപ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. ഈ വേദഭാഗത്തിൽ 2 തരം ആൾക്കാരെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൻ്റെ 9-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗത്തുമുണ്ട്, ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ. ചിലരുടെ കാര്യം അവിടെ പറയുന്നുണ്ട്. എന്നാൽ 13-ാം വാക്യത്തിൽ പറയുന്നു, എന്നാൽ നാം അവൻ്റെ വാഗ്ദത്തപ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. 2 കൂട്ടം ജനങ്ങൾ ഇവിടെ ദൈവവചനത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ചിലരുടെ വിചാരം എന്താണെന്ന് വിചാരിച്ചാൽ, കർത്താവ് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇതെല്ലാം നടക്കുന്ന കാര്യമല്ലോ എന്ന്. ഇതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ ശരിയായേക്കാം, പക്ഷേ വാസ്തവമായിട്ട് ഇത് വല്ലതും നടക്കുമോ? അവരാരെക്കുറിച്ചായി പറയുന്നറിയാമോ? അവരെക്കുറിച്ച് കൊരിന്ത്യർ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതാരാണെന്നുള്ളത്. കൊരിന്ത്യർ ലേഖനം 2 കൊരിന്ത്യർ 4:4 2 കൊരിന്ത്യൻസ് നമ്മൾ കഴിഞ്ഞ ഉപവാസ പ്രാർത്ഥനയുടെ സമയത്ത്
സാജൻ ബദർ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമ്മോട് സംസാരിക്കുകയുണ്ടായി. 2 കൊരിന്ത്യർ 4:4 പറഞ്ഞിട്ടുണ്ട്, ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. എന്തുകൊണ്ടാണ് നിങ്ങളുടെ മനസ്സിൽ ഈ ചോദ്യങ്ങൾ വരുന്നതെന്നറിയാമോ? ഈ ലോകത്തിൻ്റെ ദൈവം പിശാച് യേശു ക്രിസ്തുവിൻ്റെ, ഞാൻ ആ വാക്യം ഒന്നുകൂടെ ഒന്ന് വായിച്ച്, ആരെങ്കിലും ഒന്ന് വായിച്ചു അത്. 2 കൊരിന്ത്യർ 4:4. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിപ്പാതിരിക്കാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. അതെ, അപ്പം ഈ ലോകത്തിൻ്റെ ദൈവത്തിൻ്റെ ഒരു ജോലിയാണ് അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി വെക്കുക. കാരണം ഇവൻ രക്ഷയിലേക്ക് വരാതിരിക്കാൻ, നമ്മൾ പ്രാരംഭത്തിൽ വായിച്ച ദൈവത്തിൻ്റെ വചനം എന്തുമായിരുന്നു പറഞ്ഞത്? ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. പ്രിയ സഹോദരീസഹോദരന്മാരെ, കർത്താവ് തൻ്റെ വരവ് താമസിപ്പിക്കുന്നത് ഈ പെട്ടകത്തിലേക്ക് കടക്കാൻ, ഈ രക്ഷയുടെ സന്തോഷത്തിലേക്ക്, ദൈവരാജ്യത്തിലേക്ക് കടക്കാനായിട്ട് ഇനിയും ധാരാളം ആൾക്കാരുള്ളത് കൊണ്ട് അവൻ ദീർഘക്ഷമ കാണിക്കണം. എന്നാൽ അതേ സമയത്ത് ഇവിടെ നടക്കുന്നൊരു കാര്യം എന്താണ്? ഈ ലോകത്തിൻ്റെ ദൈവം ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി കളയുന്നു. അവിശ്വാസികളെന്ന് പറഞ്ഞവർ ലോകപ്രകാരം പഠിപ്പും ജ്ഞാനികളും ലോകപ്രകാരം വളരെ ബുദ്ധിയും ജോലികളും ഉയർന്ന നിലവാരമൊക്കെ ഉള്ളവരായിരിക്കാം. പക്ഷേ അവിടെ പറഞ്ഞിരിക്കുന്ന ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ, ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ. ദൈവമക്കളെ, എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഭാഗ്യാവസ്ഥയിലായിരിക്കുന്നത്? ദൈവത്തിൻ്റെ കൃപയാൽ, ദൈവത്തിന് നമ്മളോട് കരുണ തോന്നിയത് കൊണ്ട് അവൻ്റെ സുവിശേഷത്തിൻ്റെ പ്രകാശനം നമ്മുടെ ഉള്ളിൽ നടന്നതുകൊണ്ടാണ് പ്രിയരെ നമ്മളിവിടെ ആയിരിക്കുന്നത്. എന്നാൽ ലോകത്തിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും എന്തുകൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ ഈ ലോകത്തിൻ്റെ ദൈവം അവരുടെ കണ്ണ് കുരുടാക്കുന്നു. അതുപോലെ തന്നെ അവരുടെ ഉള്ളിൽ സത്യത്തെ സ്നേഹിക്കാതിരിക്കാനുള്ളൊരു താല്പര്യമുണ്ട്. നമ്മൾ തെസ്സലോനിക്ക ലേഖനത്തിൽ ആ ഭാഗം വായിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് യഥാർത്ഥമായിട്ടുള്ളൊരു വിടുതലിലേക്ക് വരാൻ ആഗ്രഹിക്കാത്തത്? യഥാർത്ഥമായിട്ടും ഒരു ദൈവഭക്തൻ്റെ അല്ല, ഭക്തന്മാരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു ആത്മാവിനെ ദൈവം അവനെ കണ്ടെത്തുവാൻ ഇടയാക്കുമെന്നുള്ളത് ദൈവത്തിൻ്റെ വചനമാണ്. എന്നാൽ ഈ ലോകത്തിൻ്റെ തൃപ്തിയിലും ഈ ലോകത്തിൻ്റെ സൗകുമാര്യത്തിലും ആകൃഷ്ടരായിട്ട് ആ മാർഗത്തിൽ പോകുന്നവർക്ക് ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി നമുക്ക് കാണാം. തെസ്സലോനിക്ക ലേഖനം 2 തെസ്സലോനിക്ക ലേഖനത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്, എന്നാലും ഒന്ന് വായിച്ചു പോകുന്ന നന്നായിരിക്കും. 2 Thessalonians chapter 2 verse 10 മുതൽ 2-ാം അധ്യായത്തിൻ്റെ. അതുകൊണ്ട് ക്രിസ്തുയേശുവിലുള്ള രക്ഷ നിത്യ തേജസ്സോടുകൂടി വൃതന്മാർക്ക് കിട്ടേണ്ടതിന് ഞാൻ അവർക്കായി സകലവും സഹിക്കുന്നു. 2 തെസ്സലോനിക്കർ 2:10. അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളുകയാൽ തന്നെ അങ്ങനെ ഭവിക്കും. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുമാറെ വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി അയക്കുന്നു. ഇതെന്തൊരു അപകടമാണെന്ന് നോക്കി. ഇവിടെ ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്നു, ലോകത്തിൻ്റെ ദൈവം കണ്ണ് കുരുടാക്കുന്നു. എന്നാൽ ഇതിൻ്റെ കൂടെ തന്നെ ദൈവം തന്നെ ചെയ്യുന്നൊരു പ്രവൃത്തിയുണ്ട്. എന്താണെന്നറിയാവോ? അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളുകയാൽ തന്നെ അങ്ങനെ ഭവിക്കും. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുമാറെ വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി അയക്കുന്നു. സ്വർഗസ്ഥനായ പിതാവ് സ്വന്തം പുത്രനെ ലോകത്തെ രക്ഷിപ്പാനായിട്ട് ലോകത്തിലേക്ക് അയച്ചു. കാൽവറി ക്രൂശിൽ അവനെ യാഗമാക്കി. അവൻ്റെ രക്തത്താൽ നമ്മളെയൊക്കെയും
രക്ഷിക്കപ്പെടുന്നവരെയൊക്കെയും അവൻ വിലയ്ക്ക് വാങ്ങി സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനമാണ്. അതേ ദൈവത്തിൻ്റെ വചനം ഇവിടെ പറയുന്ന എന്താണ്? സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുമാറെ വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി അയക്കുന്നു. എന്തൊരു ദൈവം! ഇതാണ് ദൈവം. ദൈവത്തെ റോമാലേഖനം 1-ാം അധ്യായത്തിൽ നമ്മൾ വരുമ്പോൾ അവിടെ ഒരു കാര്യം കാണാം. റോമാലേഖനം 1-ാം അധ്യായത്തിൽ അതിൻ്റെ 21-ാമത്തെ വാക്യം, അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങൾ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢന്മാരായിപ്പോയി. അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. 25 പറയും, ദൈവത്തിൻ്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ചു, ആരാധിച്ചു. അതിൻ്റെ താഴോട്ട് വായിക്കുമ്പോൾ അറിയാം ദൈവം അവിടെ ചെയ്യുന്ന പ്രവൃത്തി. എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനത്തിൽ ഈ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഇന്നും പലർക്കും ദൈവത്തിൻ്റെ വചനം നിലനിൽക്കുന്നതാണെന്നും അതിലെഴുതിയിരിക്കുന്ന കാര്യങ്ങൾ 150% സത്യമാണെന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വിശ്വാസം കുറവാണ്. ദൈവം ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ദൈവത്തിൻ്റെ വചനം ഹൃദയപൂർവ്വം വിശ്വസിക്കുക എന്നുള്ളതാണ്. യേശുക്രിസ്തു പറഞ്ഞു, ഈ ലോകവും ലോകത്തിലുള്ളത് എല്ലാം മാറിയാലും, ആകാശവും ഭൂമിയും മാറിപ്പോയാലും എൻ്റെ വചനങ്ങൾ മാറിപ്പോകത്തില്ല എന്നാണ് കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലുണ്ടായിരുന്നപ്പോൾ പറഞ്ഞത്. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങളെ സംശയിക്കുകയാണെങ്കിൽ, വീണ്ടും ഞാൻ പറയട്ടെ, യേശുക്രിസ്തു മടങ്ങിവരവ് താമസിപ്പിക്കുന്നത് എല്ലാവരും മാനസാന്തരപ്പെടുത്താൻ വേണ്ടിയാണ്. എന്നാൽ ഈ ലോകത്തിൻ്റെ ദൈവം ആ തേജസ്സേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശനം ലഭിക്കാതിരിക്കാൻ അവൻ ഓവർ ടൈം ചെയ്ത് വർക്ക് ചെയ്യുമ്പോൾ, പ്രിയ ദൈവമക്കളെ, നമ്മുടെ ഓരോരുത്തരുടെയും ഒരു ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ കൂടെ ഉള്ളവരെയും ദൈവം നമുക്ക് കാണിച്ചു തരുന്നവരെയും ഈ സ്വാതന്ത്ര്യത്തിലേക്കും ഈ സ്നേഹത്തിലേക്കും ഈ ദൈവത്തിൻ്റെ മാർഗത്തിലേക്കും അവരെ നടത്തണമെന്നുണ്ടെങ്കിൽ അവർക്കിത് പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു കാര്യം കൂടെ പറയണം. ഇത് നിങ്ങൾക്ക് മനസ്സിലാകാതിരിക്കാൻ വേണ്ടി വലിയൊരു ശക്തി ഈ ലോകത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിനെ കാണിച്ചു കൊടുക്കാൻ പറ്റുന്നത്? ഈ പറയുന്ന ആൾക്കാരെ, ഇപ്പം നമുക്കറിയാം, ഈ ചില സെയിൽസ്മാൻമാരൊക്കെ വന്നേച്ച് ഒരു പ്രോഡക്റ്റ് സെല്ല് ചെയ്യാനായിട്ടാണ് അവർ നമ്മളെ കൺവിൻസ് ചെയ്യുന്നത്. അവർ ഈ കൊണ്ടുവരുന്ന പ്രോഡക്റ്റിനെ മറ്റൊരാൾക്ക് കൊടുക്കാൻ വേണ്ടി അവർ വളരെ ആത്മാർത്ഥമായിട്ടാണ് ശ്രമിക്കുന്നത്. കാരണം എന്തുകൊണ്ടാണ്? അത് അവരുടെ ജോലിയാണ്. എന്നാൽ ഒരു രക്ഷിക്കപ്പെട്ട ദൈവ പൈതലിൻ്റെ പ്രധാന ജോലി എന്താണ്? എന്നെ രക്ഷിച്ച എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുക. എൻ്റെ ജീവിതത്തിലൂടെ ആ കാര്യം ചെയ്യുമ്പോൾ അതെൻ്റെ സ്വഭാവത്തിൻ്റെ ഭാഗമായി തന്നെ മാറും. അതിന് നമ്മൾ പ്രത്യേകിച്ചൊരു കാര്യം ചെയ്യേണ്ട ഒരു കാര്യമില്ല. അത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വന്നുകൊണ്ടേയിരിക്കും. എന്നാൽ ഈ കാര്യം ചെയ്യുന്നതിൽ നിന്നും നമ്മളെ തടസ്സപ്പെടുത്തുവാനും ദൈവത്തിൻ്റെ സുവിശേഷം മറ്റുള്ളവരോട് എത്തിക്കുന്നതിൽ നിന്നും നമ്മുടെ ജീവിതത്തിലൂടെ അത് പ്രവൃത്തിയാക്കി തീർക്കുന്നതിൽ നിന്നും തടസ്സപ്പെടുത്താനായിട്ട് ഈ ലോകവും ജഡവും സാത്താനും എല്ലായ്പ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ബോധപൂർവമായിട്ട് നമുക്കുണ്ടായിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്നെ എൻ്റെ പിതാവ് ഈ ഭൂമിയിൽ ഇന്ന് രക്ഷിച്ച് ജീവനോടെ വെച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം അവൻ്റെ നാമത്തെ എൻ്റെ ജീവിതത്തിലൂടെ മഹത്വപ്പെടുത്തുക എന്നുള്ളതായിരിക്കണം. എന്നാൽ ഞാൻ വീണ്ടും നമ്മൾ തുടങ്ങിയ അതിലേക്ക് കടന്നു വരട്ടെ. പ്രത്യേകിച്ചും കുഞ്ഞുങ്ങൾ സ്കൂളിലും കോളേജുകളിലും ഒക്കെ ആകുമ്പോൾ, പ്രത്യേകിച്ച് ജോലി സ്ഥലങ്ങളിൽ അവിശ്വാസികളുമായിട്ട് നമ്മൾ ഇടപെടുമ്പോൾ അവരുടെ ഇടയിൽ നിന്ന് ചോദിക്കുന്നൊരു കാര്യമുണ്ട്. ഈ പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് എങ്ങനെ വിശ്വസിക്കും? നമുക്കറിയാം,
ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ലാസറിൻ്റെയും ധനവാൻ്റെയും ഒരു കഥ, അത് ഉപമയല്ല, നടന്ന കാര്യമായിട്ടാണ്. കർത്താവോടെ ലാസറിൻ്റെ പേരെടുത്ത് പറയുകയും ധനവാൻ്റെ പേര് പറയാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ ഒരിക്കൽ ഒരു സഹോദരൻ പറഞ്ഞ് ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. കാരണം അവൻ്റെ സഹോദരന്മാർ അവിടെ ഉണ്ടായിരുന്നു. അവന് നാണക്കേട് വരണ്ട എന്നും കണ്ടാണ് അവനെ പറയാതിരുന്നത് എന്നുള്ളത്. പ്രിയ ദൈവമക്കളെ, ആ ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ കാര്യങ്ങൾ എത്രമാത്രം ഗൗരവമുള്ളതാണെന്നും അവിടെ ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിലെ 19-ാം വാക്യത്തിൽ ഇങ്ങനെയാണ്: ധനവാനായൊരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ വസ്ത്രവും പട്ടും ധരിച്ച് ദിനംപ്രതി ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു. ലാസർ എന്നു പേരുള്ളൊരു ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി അവൻ്റെ പടിപ്പുരിക്കൽ കിടന്നു. ഞാൻ ഈ കഥ മുഴുവനും വായിക്കുന്നില്ല, എന്നാൽ അവിടെ ഒരു കാര്യം 24-ാം വാക്യം വായിക്കുമ്പോൾ അവൻ പറയുന്നൊരു കാര്യമുണ്ട്: അബ്രഹാം പിതാവേ, എന്നോട് കനിവുണ്ടാകണമേ, ലാസർ വിരലിൻ്റെ അറ്റം വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ, ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നുവെന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോൾ ചില ആൾക്കാർ നമ്മളോട് ചോദിക്കാറുണ്ട്, ഈ സ്വർഗവും നരകവും എന്ന് പറയുന്നതുണ്ടോ? ഇവിടെ എഴുതിയിരിക്കുന്നൊരു കാര്യമാണ്, നടന്ന സംഭവമാണ്. അപ്പോൾ ഈ ലോകത്തിൽ നമ്മൾ ജീവിച്ചതിന് ശേഷം എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് ദൈവം വെച്ചിരിക്കുന്നു. അപ്പോൾ മരിച്ച ശേഷം ന്യായവിധിയുടെ മുമ്പാകെ, ദൈവത്തിൻ്റെ മുമ്പാകെ നമ്മളെല്ലാവരും നിൽക്കേണ്ടവരാണ്. ഇവിടെ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. 25 അബ്രഹാം, മകനെ, നിന്റെ ആയുസ്സിൽ നീ നന്മയും ലാസർ അവണ്ണം തിന്മയും പ്രാപിച്ചു എന്നോർക്കുക. ഇപ്പോൾ അവൻ ഇവിടെ ആശ്വസിക്കുന്നു, നീയോ വേദന അനുഭവിക്കുന്നു. അത്രയുമല്ല, ഞങ്ങൾക്കും നിങ്ങൾക്കും നടുവെ വലിയൊരു പിളർപ്പുണ്ടായിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ഇച്ഛിക്കുന്നവർക്ക് കഴിവില്ല, അവിടെ നിന്ന് ഞങ്ങളുടെ അടുക്കൽ കടന്നു വരുവാനും പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ എന്തൊരു നല്ല മനുഷ്യനായിരുന്നു എന്ന് ആലോചിച്ച് നോക്കി. അവൻ പറഞ്ഞ്, എന്നാൽ പിതാവേ, അവനെ എൻ്റെ അപ്പൻ്റെ വീട്ടിൽ അയക്കണമേ, ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് 5 സഹോദരന്മാരുണ്ട്, അവരും ഈ യാതനാസ്ഥലത്ത് വരാതിരിപ്പാൻ അവൻ അവരോട് സാക്ഷ്യം പറയട്ടെ എന്ന് പറഞ്ഞു. അബ്രഹാം അവനോട്, അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവരുടെ വാക്ക് കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അതിനവൻ, അല്ലല്ലോ അബ്രഹാം പിതാവേ, മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് അവരുടെ അടുക്കൽ ചെന്നുവെങ്കിൽ അവർ മാനസാന്തരപ്പെടുമെന്ന് പറഞ്ഞു. അവർ അവനോട്, അവർ മോശയും പ്രവാചകന്മാരുടെയും വാക്ക് കേൾക്കാഞ്ഞാൽ മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് ചെന്നാലും വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. ഈ ലോകത്തിൽ നമ്മൾ നമ്മുടെ ബന്ധുക്കളെയും നമ്മുടെ അടുത്ത സ്നേഹമുള്ളവരെയൊക്കെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ നമ്മുടേതായിട്ടുള്ള മാർഗത്തിൽ ചില കാര്യങ്ങൾ ചെയ്യും. പക്ഷേ അതൊന്നും നിലനിൽക്കുന്നതല്ല. ദൈവത്തിൻ്റെ വചനം ഉൽപ്പത്തി പുസ്തകത്തിലെ നോഹയെക്കുറിച്ച് പറയുമ്പോൾ, നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. ഇപ്പം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യൻ്റെ ഹൃദയം തുറക്കണമെങ്കിൽ അവൻ്റെ ഉള്ളിൽ നമ്മളെ ദൈവം അയക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആ ദൈവത്തിൻ്റെ പ്രവൃത്തി അവർ കാണാനിടവരണം. അല്ലാതെ ഈ മാർക്കറ്റിംഗ് ടെക്നോളജിയിൽ കൂടി ഒരിക്കലും ഒരാളെ രക്ഷയിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയത്തില്ല. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് അസാധ്യമായിട്ട് ഒന്നും തന്നെ ഇല്ല താനും. നമുക്കറിയാം, ഈ ലാസറിൻ്റെയും ധനവാൻ്റെയും കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് നോഹയോട് ദൈവം പറഞ്ഞത്. നോഹയോട് പറഞ്ഞു പെട്ടകമുണ്ടാക്കാൻ. നോഹ അവിടെ ഉള്ളവരോടെല്ലാം പറഞ്ഞു, എന്താണ്, മഴ വരുന്നു. അവർക്കെന്തായിരുന്നു മഴയെന്ന് പറഞ്ഞാൽ അവർക്ക് ആർക്കും അറിയത്തില്ല. ഇന്ന് നമ്മളോട് പറഞ്ഞാൽ നമുക്ക് മഴ എന്താണെന്ന് മനസ്സിലാകും. പക്ഷെ അന്ന് മഴയില്ലാത്തൊരു കാലത്ത് മഴ വരുന്നു, നിങ്ങൾ രക്ഷിക്കപ്പെടെ, മാനസാന്തരപ്പെടെ എന്ന് നോഹ പ്രസംഗിച്ച് നടന്നപ്പോൾ നോഹയുടെ അയൽക്കാരും അവൻ്റെ ബന്ധുക്കളും പറഞ്ഞു കാണും, ഇവന് തലയ്ക്ക് സുഖമില്ല എന്ന്. ഇത് എന്ത് സംഭവിക്കാത്തൊരു കാര്യം, മഴ പെയ്യുമെന്ന്. പക്ഷെ ഇന്ന് നമുക്കറിയാം അന്ന് എന്താ സംഭവിച്ചെന്ന്. ഇന്ന്
ദൈവത്തിൻ്റെ വചനം പറയുന്നു, നമ്മൾ പ്രാരംഭത്തിൽ വായിച്ചത്, ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്നു. നമുക്ക് ആ ഭാഗം ഒന്നുകൂടെ വായിക്കാം. അവിടെ പറഞ്ഞേക്കുന്നത് 10-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്തിൽ, അന്ന് ആകാശം കൊടുമുഴക്കത്തോട് ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോവുകയും ചെയ്യും. ഇവയൊക്കെയും അഴിവാനുള്ളതായിരിക്കാൽ ആകാശം ചുട്ടഴിയുവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനുമുള്ള ദൈവ ദിവസത്തിൻ്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവരായിരിക്കണം. ഇന്ന് ഈ കാര്യം പറഞ്ഞാൽ എത്ര പേര് വിശ്വസിക്കും? അന്ന് നോഹ പറഞ്ഞു, മഴ വരുന്നു മക്കളെ, പെട്ടകത്തിൽ കയറിക്കൂ എന്ന് പറഞ്ഞപ്പോൾ അവരോട് പറഞ്ഞു, ഇവന് തലയ്ക്ക് സുഖമില്ല. ഇന്ന് ഈ കാര്യം വീണ്ടും ദൈവത്തിൻ്റെ വചനം പറയുന്നു, ചുട്ടൊഴിയാനും വെന്തൊഴിഞ്ഞു പോകാനുമുള്ള കാണ്. ഇതിനു വേണ്ടിയല്ല ബന്ധപ്പെടേണ്ടത്, നിത്യതയിൽ നിലനിൽക്കുന്ന കാര്യത്തിനായിട്ട് ബന്ധപ്പെട്ട് രക്ഷപ്പെടുക, മാനസാന്തരപ്പെടുക, ദൈവത്തിങ്കിലേക്ക് തിരിയുക എന്ന് ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ ഇപ്പോൾ കേൾക്കുന്നവർ പറയും, തീയോ കത്താനോ എവിടെ? എന്നാൽ ഇത് സംഭവിക്കാൻ പോകുന്നൊരു കാര്യമാണ്, സംഭവിക്കുക തന്നെ ചെയ്യും. കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടു, ജീവപുസ്തകത്തിൽ പേരില്ലാത്തവനെ ഒക്കെയും തീപ്പൊയ്കയിൽ തള്ളിയിടുമെന്ന്. സംശയമുണ്ടോ? സംശയിക്കേണ്ട കാര്യമില്ല, അത് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിട്ടുള്ള കാര്യമാണെങ്കിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ല. കാരണം യേശുക്രിസ്തു പറഞ്ഞത്, ആകാശവും ഭൂമിയും മാറിയാലും എൻ്റെ വചനം മാറത്തില്ലെന്നാണ് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ കർത്താവ് തിരുവായ്മൊഴി പറഞ്ഞത്. ഈ കാര്യങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, കർത്താവിൻ്റെ, നമ്മൾ പാടിയതുപോലെ കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. നമ്മൾ ലക്ഷണങ്ങൾ നോക്കിയാൽ അത് ഏറ്റവും അടുത്തിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ നമുക്കെന്താണ് ചെയ്യാനുള്ളത്? എൻ്റെ അവസാന ഭാഗത്ത് പറഞ്ഞ പോലെ, എന്നാൽ നാം അവൻ്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. സോ നമുക്കിതിനെക്കുറിച്ച് ഭാരമുണ്ടോ? ഈ ലോകത്തിലെ പല കഷ്ടതകളും എന്തെല്ലാം കൂടെ നമ്മൾ കടന്നു പോയാലും ദൈവമക്കളെ, നമുക്ക് സന്തോഷിക്കാനായിട്ടുള്ളൊരു കാര്യമുണ്ട്. ഞാൻ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവ പൈതലാണ്. എൻ്റെ സ്ഥാനം സ്വർഗസ്ഥലങ്ങളിലാണ്. അവൻ ഇന്ന് വന്നാൽ ഞാൻ അവനോടുകൂടെ ആയിരിക്കും. അവിടെ ഉള്ളൊരു കാര്യം എന്താണ്? വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ടാണ് നാം കാത്തിരിക്കുന്നത്. എന്നാൽ ചിലരോ അവർ താമസിക്കുകയാണ്, കർത്താവിൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാനായിട്ട് താമസിപ്പിക്കുന്നു എന്ന് ചിന്തിച്ച് അവരുടെ കാലം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പറഞ്ഞെന്താണ്? കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും, ഏത് സമയത്തും അത് സംഭവിക്കാം. പക്ഷേ പ്രിയ ദൈവമക്കളെ, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം എന്ന് കൊരിന്ത്യർ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ, നമുക്ക് ദൈവത്തിൻ്റെ വചനം സമീപമായിരിക്കുമ്പോൾ, രക്ഷ ഏറ്റവും സമീപമായിരിക്കുമ്പോൾ അത് സ്വായത്തമാക്കുകയും ദൈവകൽപ്പന അനുസരിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ. കാരണം അവർക്ക് റിഗ്രറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. ദൈവരാജ്യത്തിൽ നമുക്ക് തന്നിരിക്കുന്നൊരു സീറ്റ്, ദൈവസഭയിൽ ദൈവം തന്നിരിക്കുന്നൊരു സീറ്റ്, അതെത്ര മഹത്തരമാണെന്നും എത്ര വലുതാണെന്നും നമ്മൾ ചിന്തിക്കണം. ഇനി ഡോക്ടറിൻ പറയുന്ന ആൾക്കാരുടെ കൂടെ അല്ല, ദൈവത്തിൻ്റെ വചനം പറയുന്നൊരു കാര്യം ഞാൻ വീണ്ടും അധികം ഗൗരവമായിട്ട് എൻ്റെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിലും ഏറ്റെടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ അവസാനത്ത്, അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ എഴുതിയിരിക്കുന്ന ആ ഭാഗം അവിടെ ഇങ്ങനെയാണ്: അവർ യോഗ്യന്മാരാകിയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോട് കൂടെ നടക്കും, ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും, അവൻ്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലും അവൻ്റെ ദൂതന്മാരുടെ മുമ്പിലും അവൻ്റെ പേർ ഏറ്റുപറയും. അപ്പോൾ ജീവപുസ്തകത്തിൽ പേരെഴുതിയാൽ മായ്ച്ചു കളയാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത് കാര്യം രക്ഷിക്കപ്പെട്ട ദൈവപൈതലോടും മക്കളോടുകൂടി ഞാൻ പറയുകയാണ്. ചിലർ പറയുന്നുണ്ട്, ഒരിക്കൽ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ രക്ഷ നഷ്ടപ്പെടത്തില്ല എന്ന് പഠിപ്പിക്കുന്ന കൂട്ടരുണ്ട്. എന്തായാലും ദൈവത്തിൻ്റെ വചനത്തിൽ ഞാൻ വിശ്വസിച്ചുകൊണ്ട് പറയട്ടെ, ദർ ഈസ് എ ചാൻസ് ഓഫ്, ഇതാണ്, അല്ലെങ്കിൽ പറയത്തില്ല ഇവിടെ, അവൻ്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ. പ്രിയ ദൈവമക്കളെ, നമ്മളെ നിരന്തരം എല്ലായ്പ്പോഴും നമ്മുടെ പേര് ജീവപുസ്തകത്തിൽ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ ഉറപ്പാക്കിക്കൊണ്ടേയിരിക്കണം.
കാരണം ഈ ലോകത്തിൻ്റെ പല കാര്യങ്ങളും നമ്മൾ കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് കേട്ടല്ലോ. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഈ ലോകത്തിൻ്റെ പ്രഭു വരുന്നു, അവനുമായിട്ട് എനിക്കൊരു കാര്യവുമില്ല. ഇന്ന് നമ്മൾ കേട്ട് ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ കണ്ണ് കുരുടാക്കുന്നു. ഇതെല്ലാം അവരുടെ ജോലിയാണ്. എന്നാൽ നമുക്കൊരു ജോലിയുണ്ട്. അവനിൽ പ്രത്യാശയുള്ളവൻ അവൻ നിർമ്മലനായിരുന്നതുപോലെ തന്നെത്താൻ നിർമ്മലീകരിച്ചുകൊണ്ടിരിക്കണം. ഈ ലോകത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു നിർണയമുണ്ടായിരിക്കണം. കഴിഞ്ഞ ചൊവ്വാഴ്ച നമ്മൾ കേട്ടതുപോലെ പൗലോസ് പറഞ്ഞു, ഈ കഷ്ടതയുടെയും പട്ടിണിയുടെയും എല്ലാത്തിൻ്റെ നടുവിലും ഞാൻ എങ്ങനായിരിക്കും? എൻ്റെ ഹൃദയത്തിൻ്റെ ഉറപ്പെന്താണ്? ആ ഉറപ്പ് നമ്മൾ ഓരോ ദിവസവും ഉറപ്പാക്കുന്നില്ല എങ്കിൽ പ്രിയ ദൈവമക്കളെ, നമ്മളും ശീതോഷ്ണവാന്മാരുടെ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഞാനതധികം ഭയപ്പെടുന്നു. കാരണം ഈ ലോകത്തിലെ കാര്യങ്ങളിലൂടെ ഇടപെടുമ്പോൾ നമ്മൾ പ്രത്യേകിച്ചും അങ്ങനെയുള്ള ആ ഒരു ആത്മീയ തീഷ്ണതയില്ലാത്തവരുടെ കൂടെ നമ്മളായിരിക്കുമ്പോൾ നമ്മൾ ഈ അപകടത്തിൽ പെട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. ഞാനതുകൊണ്ടാണ് വീണ്ടും വീണ്ടും എന്നെയും നിങ്ങളെയും ഉത്സാഹിപ്പിക്കുന്നത്. നമുക്ക് എപ്പോഴും ദൈവത്തോട് ചേർന്നിരിപ്പാനും ദൈവത്തിൽ നിന്നും കേൾക്കുവാനും ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ല എന്ന് കൂടെ കൂടെ അവനോട് ചേർന്നേറ്റ് പറയേണ്ട ആവശ്യമുണ്ട്. കാരണം അവൻ്റെ വരവ് ഏറ്റവും സമീപമായിരിക്കുന്നു. ഏറ്റവും സമീപമായിരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും അധികമായിട്ട് ഇവിടെ പറഞ്ഞത് നിങ്ങൾ എത്ര ഭക്തിയോടും ഭയത്തോടും കൂടെ ജീവനം കഴിക്കണം. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കാരണം ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഈ പ്രിവിലേജിനായിട്ട് ദൈവസഭയിൽ വിശുദ്ധന്മാരോട് കൂടെ ആയിരിക്കാനും ദൈവത്തിൻ്റെ വചനം കേൾപ്പാനുമായിട്ടും ദൈവം തരുന്ന ഈ സാഹചര്യത്തിൻ്റെ നടുവിൽ നമുക്ക് ഹൃദയപൂർവ്വം ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കുകയും ദൈവത്തോട് ചേർന്നിരിക്കാനവരായിരിക്കാൻ നമുക്ക് ഉത്സാഹിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.